ഇപ്പം നമുക്ക് നിങ്ങൾ വന്ന് ഇപ്പം എത്ര കൊല്ലമായിട്ട് നിങ്ങളുടെ കളരി സെൻ്റർ നടത്തുന്നത്? എത്ര കൊല്ലം? ഇവിടെ 10 കൊല്ലത്തിലെത്തിയായി. ഇപ്പൊ നടത്തുന്നില്ല. 15 കൊല്ലം നടത്തി. ഇപ്പൊ നടത്തുന്നില്ല. റൈറ്റ്, ഓക്കെ. ശ്വാസം ക്ലിയർ ആവാത്തോണ്ട്. ശരി. ഇപ്പം നമുക്ക് ഇപ്പം എന്നുடைய കൺസെപ്റ്റ് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒന്ന് കേരളത്തിൽ ഇപ്പം ചെറുപ്പക്കാരും മറ്റേ കളരി സെൻ്റർ നടത്തുന്നു, മർമ്മ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. പക്ഷേ സീനിയർ ആയാൽ അതിലവർ അടുത്ത സ്റ്റേജിൽ പോകണം. എന്തോന്ന് അടുത്ത സ്റ്റേജിൽ പോകണം. ഗവൺമെൻറ്റിൽ ഒരു ജോലി കയറിയാൽ അടുത്തടുത്ത സ്റ്റേജിൽ പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടല്ലോ, അതേമാതിരി അതിന്. അപ്പോൾ വയസ്സായ അതിൻ്റെ മെയ് തീണ്ട എന്തോന്ന് കല എന്ന ആർട്ട് വിദ്യാഭ്യാസം, മെയ് തീണ്ട കല ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അവരുടെ പേഷ്യൻറ്റിൻ്റെ ദേഹത്തെ തൊടാതെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ളതാണ്. എന്തോന്ന് വളരെ ഇത് എല്ലാവർക്കും പറ്റില്ല. നല്ല എനർജി ഫ്ലോ ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. എന്തോന്ന് നല്ല എനർജി ഫ്ലോ ഉള്ളവർക്ക് മാത്രം തന്നെ ഇത് ചെയ്യാൻ ഒക്കും. മനസ്സിലായ? അപ്പോൾ അത് എങ്ങനെ മെയ്തി ഉണ്ടാക്കലേന്ന് വെച്ചാൽ, നിങ്ങൾ വന്ന് പേഷ്യൻ്റെ കൈ എങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ അങ്ങ് അവർക്ക് വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് എനർജി പോകണം. എന്തോന്ന് ചൂണ്ടിക്കാണിച്ചാൽ കയ്യിൽ നിന്ന് എനർജി പോകണം. നിങ്ങളിങ്ങനെ ഒറ്റ നോക്കിയാൽ അവിടെ നിന്ന് എനർജി പോകണം. അവിടെ എതിരെ നിൽക്കുന്ന ആളുകൾ ഇത് ഫൈറ്റിങ്ങിനും பயன்படுത്താം. അപ്പോൾ ഇത് വന്ന് തമിഴിലാണ് ഇതിൻ്റെ റെക്കോർഡ്സുകൾ ഇരിക്കുന്നത്. അതിൻ്റെ ഇത് വന്ന് ചൂണ്ടുവർമ്മം, മറ്റേ ഇത് നോക്ക് വർമ്മം, ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനെ വന്ന് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പ്രകാശം ഗുരുക്കൾ ഒരുവിധം பயன்படுത്തുന്നുണ്ട്. ഫൈറ്റിങ്ങിന് ഇതൊക്കെ பயன்படுത്തുന്നുണ്ട്. അപ്പോൾ ഇതേമാതിരി ഒരു ആർട്ട് വന്ന് തമിഴ്നാട്ടിലാണ് അത് കൂടുതൽ. അതിൻ്റെ ഉള്ള എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്നുള്ള ഇതൊക്കെ ഉള്ളത്. ഇപ്പോൾ നോക്ക് വർമ്മം എന്ന് പറഞ്ഞാൽ ഉടനെ ഫൈറ്റിങ്ങിന് பயன்படுത്തുന്നതാണ് എല്ലാവർക്കും ഓർമ്മ വരും. ഫൈറ്റിങ്ങിന് பயன்படுത്തുന്നതായിട്ട് എല്ലാവർക്കും ഓർമ്മ. അതില്ല. ഇത് വന്ന് ഉൾവർമ്മം. എന്തോന്ന് ഉൾവർമ്മം എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് പെണ്ണുങ്ങൾക്ക് ഗർഭകാലത്ത് ചില വർമ്മങ്ങൾ പിടിക്കും. കൊച്ചകത്ത് കിടന്ന് അവിടെ എവിടെയും ചവിട്ടുന്ന, കയ്യെ വെച്ചിടിക്കുന്ന, ഇതെല്ലാം വർമ്മങ്ങളുണ്ടാകും. ഈ വർമ്മങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ ഈ നോക്ക് വർമ്മ ടെക്നിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നോക്ക് വർമ്മ യൂരിറ്റ് എങ്ങനെ ചെയ്യാം അങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ മറ്റേ വർമ്മങ്ങൾ കൈകാര്യം വിരലൊക്കെ വിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരു ഇറ, കാലിറ, അര ഇറ ഇങ്ങനെ പ്രസ് ചെയ്ത് വർമ്മത്തെ നിങ്ങൾ മാറ്റുന്നുണ്ടല്ലോ. അതേമാതിരി ഇത് വന്ന് അവിടെ ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആജ്ഞയിൽ നിന്ന് എനർജി പുറത്തോട്ട് പോകും. എന്തോന്ന് ആജ്ഞ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണിനും ഇടപെട്ട ഒരു പകുതി ആ സെൻറ്റർ കൈവച്ച് കാണിക്കും. ആജ്ഞ ചിലരുടെ കാലവർമ്മ അവിടെയാണ് കുറച്ചുകൂടെ താത്ത് കൈ വിരൽ അവിടെയാണ്. അപ്പോൾ കൈയെടുത്തോളൂ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അവിടെ നിന്ന് എനർജി പുറത്ത് വരണം. എന്തോന്ന് പുറത്ത് വരണമെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഡയറക്റ്റായിട്ട് ഉള്ള ക്ലാസ്സിൽ ഞാൻ കയ്യെ കാണിച്ചാൽ ഇങ്ങനെ അത് നേരെ ഒരു ദിവസത്തിൽ തന്നെ 5 അടി 10 അടി ചില ആളുകൾ വരും, എനർജി വരും. പക്ഷേ അതിന് വന്ന് കാരണമുണ്ട്. ചുമ്മാ ഒറ്റ വന്ന ഉടനെ വരില്ല. ഈ ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യണം. എന്തോന്ന് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്ത ശേഷം തന്നെ അത് കൊണ്ടുവരാൻ നോക്കും. കാരണം എന്ന് വെച്ചാൽ 6 ആധാരത്തിൻ്റെ പടം ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, കണ്ടായിരുന്ന? അപ്പോൾ അത് മൂലാധാരം, അവിടെ ഉള്ള എനർജി അങ്ങനെ ആഗ്നിക്ക് കൊണ്ടുവരണം. പിന്നെ അടുത്തത് സ്വാധിഷ്ഠാനം, അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. ചെയ്തിട്ട് അവിടെ ഉള്ള എനർജിയും
ആജ്ഞയെ കൊണ്ടുവരാൻ മുദ്രകളെ കൊണ്ട് അവിടെ എനർജി ക്രിയേറ്റ് ചെയ്തിട്ട് ആ എനർജിയെ അങ്ങനെ മുകളിലോട്ട് വലിച്ചു കൊണ്ടുവരാനുള്ള എക്സസൈസും മുദ്രയൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒவ்வொரு ആധാരമായിട്ട് അത് ആക്ടിവേറ്റ് ചെയ്ത് അതിനെ വന്ന് ആജ്ഞയ്ക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ആജ്ഞയിൽ ഇത് എനർജി പുറത്തോട്ട് വരും. എന്തോന്ന് പുറത്തോട്ട് വരും. അപ്പോൾ ആജ്ഞയിൽ ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു നാഡിയുണ്ട്. എന്തോന്ന് നാഡി. അത് നാഡിയുടെ പേര് സുരാനാഡി. എന്തോന്ന് സുരാനാഡി. ആ സുരാനാഡി വഴി എനർജിയെ നിങ്ങൾ പുറത്ത് കൊണ്ടുവരണം. സുരാനാഡിയെ എനർജി വഴി പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ആ നാഡിയെ ആക്ടിവേറ്റ് ചെയ്യണം. ആ നാഡിയെ തുറന്നാലേ ആ എനർജി വരും. അപ്പോൾ ഈ എക്സസൈസൊക്കെ എങ്ങനെ അതിൽ എനർജി കൊണ്ടുവന്നതെന്നുള്ള എക്സസൈസൊക്കെ ശിവയോഗങ്ങളിലും ഉണ്ട്. എന്തോന്ന് ശിവയോഗങ്ങളിൽ. അപ്പോൾ വർമാണി എല്ലാ വർമാണിയും ശിവയോഗം പഠിച്ചിരിക്കണം. എല്ലാ വർമാണിയും ശിവയോഗം പഠിക്കണമെന്ന് ഇത് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറയുന്നത് വെച്ചാൽ മർമ്മ വന്ന് ശിവയോഗമാണ്. എന്തോന്ന് മർമ്മ വന്ന് ശിവയോഗമാണ്. ആ മർമ്മ പഠിക്കുന്നവർ മർമ്മ பயன்படுത്തുന്നത് ശിവയോഗിയാ തന്നെ ഇരിക്കണം. ഇതാണ് ഈ മർമ്മത്തിൻ്റെ ഡെഫനിഷൻ. തമിഴിൽ ഡെഫനിഷൻ പറയുന്ന 6 മർമ്മം 6 പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള വിധി പറയുന്നുണ്ട്. അതിൽ എന്ത് പറയുന്നത് വെച്ചാൽ മർമാണി ശിവയോഗിയായിരിക്കണം. എന്തോന്ന് ശിവയോഗി തന്നെ ഈ എനർജി ഫ്ലോയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ മർമ്മം നിങ്ങൾക്ക് മർമ്മം എന്ന് പറയുന്നുണ്ട്. മർമ്മം എന്ന് പറയുന്നത് അതിൻ്റെ പേര് സീക്രട്ട്. തമിഴിലെ മീനിങ് എന്തോന്ന് സീക്രട്ട്. ദേഹത്ത് ഓടുന്ന രഹസ്യമായിട്ട് അതാ കണ്ണിൽ കാണാൻ പറ്റാത്ത എനർജി, അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കാണാൻ പറ്റാത്ത എനർജിയെ നിങ്ങൾ കൈ കൊണ്ടും മർമ്മ ടെക്നിക്സ് കൊണ്ടും കൺട്രോൾ ചെയ്യുന്നതിൻ്റെ പേരാണ് മർമ്മം. മനസ്സിലായില്ലേ? കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ വന്ന് എന്തെന്ന് വെച്ചാൽ അപ്പോൾ ഈ മർമാണി ആരായിരിക്കുന്നു? ശിവയോഗത്തിൽ തന്നെ ഈ എനർജിയെ കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്കൊക്കെ ഇരിക്കുന്നു. എന്തോന്ന് മൂലാധാരത്തിലുള്ള എനർജിയെ ഉണർത്തുന്നത് എങ്ങനെ, അതിനെ ആജ്ഞയിൽ കൊണ്ടുവരുന്നത് എങ്ങനെ, സ്വാധിഷ്ഠാനത്തിലെ എനർജിയെ ഉണർത്തുന്നത് എങ്ങനെ, അതിനെ ആജ്ഞയിൽ ഇതൊക്കെ ഈ എങ്ങനെ കൊണ്ടുവരണമെന്നുള്ള ടെക്നിക്കൊക്കെ എവിടെ ഇരിക്കുന്നു? ശിവയോഗത്തിലാണ് ഇരിക്കുന്നത്. ഈ കൊണ്ടുവരുന്ന ടെക്നിക്ക് മർമ്മ ബുക്കിൽ ഇല്ല. എന്തോന്ന് ഇല്ല. ഈ എനർജി ക്രിയേറ്റ് ചെയ്ത് നോക്കുവർമ്മം എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ള വിവരങ്ങൾ മർമ്മ ബുക്കിലുണ്ട്. പക്ഷേ നോക്കുവർമ്മ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള പ്രാക്ടിക്കൽ മർമ്മ ബുക്കിലില്ല. അത് കൊണ്ടുവരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള എക്സസൈസ്. മനസ്സിലായോ?